ഹായ് ഗുഡ് മോർണിംഗ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെ വീഡിയോ ഐഡിയാസ് വന്നാലും ലാസ്റ്റ് മിനിറ്റ് ഞാൻ വീണ്ടും ഡേ ഇൻ മൈ ലൈഫിലേക്ക് തന്നെ എത്തും. ഇരിക്കുന്ന വീഡിയോസിൽ ഏറ്റവും പാടുള്ള പരിപാടിയാണ് ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ. എന്നാലും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഡേ ഇൻ മൈ ലൈഫ് ആണെന്നുള്ളതുകൊണ്ട് ഞാൻ അതങ്ങ് എടുക്കും. കറന്റ് ഞാൻ വർക്കിംഗ് ഒന്നും അല്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ രാവിലെ എണീക്കുന്ന സ്വഭാവമൊന്നുമില്ല. എണീക്കുമ്പോഴത്തേനും ഒരു 12 മണി, ചിലപ്പോൾ 11 മണിയൊക്കെ കഴിയും. എനിക്ക് ചെറുതായിട്ട് ഇയർ ബാലൻസിന്റെ പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ട് എനിക്ക് എണീറ്റ പാട് ചാടി തുള്ളി എനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അപ്പോഴും ഐ വോണ്ട് സ്ലോ മോർണിംഗ്, എന്നാലേ എൻ്റെ ആ ദിവസം നല്ലതായിരിക്കുള്ളൂ. അല്ലെങ്കിൽ ഞാൻ തല കറങ്ങി അയ്യോ അമ്മ ചെയ്യുന്നു പറഞ്ഞിട്ട് പോകേണ്ടി വരും. ബേസിക്കായിട്ടുള്ള ബ്രഷിങ്ങും ഫേസ് വാഷിംഗ് ഒക്കെ ചെയ്യും. പിന്നെ ഇപ്പൊ ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് രാവിലെ മോർണിംഗ് സ്കിൻ കെയർ ചെയ്യുന്നുണ്ട്. ഒരുപാട് സ്റ്റെപ്പുള്ള സ്കിൻ കെയർ ഒന്നുമില്ല. ബേസിക് ആയിട്ട് ഒരു ടോണറും ഒരു സൺസ്ക്രീനും ഒരു ലിപ് ബാമും യൂസ് ചെയ്യും. രാവിലെ എണീക്കുമ്പോൾ തന്നെ സ്കിന്ന് ഭയങ്കര ഓയിലി ആയിട്ടുണ്ടാവും. വാഷ് ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു മോയ്സ്ചർ അവിടെ ലോക്കായി നിൽക്കുന്നുണ്ട്. ഞാൻ പിന്നെ പ്രത്യേകം മോയ്സ്ചറൈസർ ഇടാറില്ല. യൂസ് ചെയ്ത പ്രൊഡക്റ്റ് ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് വാങ്ങിച്ചോട്ടോ. കുറെ കാലമായിട്ട് ഞാൻ ഡോട്ട് ആൻഡ് കീന്റെ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നുണ്ടായിരുന്നത്. ഇപ്പൊ ഞാൻ ഫോക്സ് ടെയിലിന്റെ സൺസ്ക്രീൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഇതുവരെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇപ്പൊ ഓൾമോസ്റ്റ് ഒരു 2 വീക്സ് ആയി ഞാൻ ഉപയോഗിക്കുന്ന ഒരു പ്രശ്നമില്ല. നല്ല വൈറ്റ് കാസ്റ്റ് ഒന്നും ഇല്ലാത്തൊരു സൺസ്ക്രീൻ ആയിട്ടാ തോന്നിയത്. ഇത് പ്രൊമോഷൻ ഒന്നല്ലേ, ഞാൻ ചുമ്മാ പറയുന്നത്. എണീറ്റ പാടെ തന്നെ കുളി നനയൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് സ്കിൻ കെയർ ഒക്കെ ഇട്ട് നടക്കണേ. അപ്പൊ നാട്ടിൽ വന്നേ പിന്നെ സ്കിന്നിന്റെ ഭാഗത്തേക്ക് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. എങ്ങോട്ടെങ്കിലും പുറത്ത് പോകുമ്പോൾ മാത്രം ഒന്ന് ഫേസ് വാഷ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് പോകും. പിന്നെ ചോക്ലേറ്റ് ഒക്കെ വാരിക്കോരി കമത്തലായിരുന്നു. അതുകൊണ്ട് പിന്നെ സ്കിന്നിന്റെ കാര്യമൊക്കെ അങ്ങ് പോയി കിടക്കുക. ഇപ്പോഴാണ് ഞാനൊന്ന് ബാക്ക് ടു നോർമലിലേക്ക് ആക്കി എടുക്കുന്നത്. ഞാൻ കുറെ ലേറ്റ് ആയിട്ടാണല്ലോ എണീക്കണേ. ഞാൻ എണീക്കുന്ന സമയത്ത് ഈ വീട്ടിൽ ആരും ഉണ്ടാവില്ല. അച്ഛനമ്മയൊക്കെ ജോലിക്ക് പോയിട്ടുണ്ടാവും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ ഇവിടെ റെഡി ആയിരിക്കും. അതുകൊണ്ട് എനിക്ക് എടുത്ത് കഴിച്ചാൽ മതി. നമുക്ക് പുട്ടും കടലക്കറിയാണ് കഴിക്കാൻ. ഞാൻ അത്ര പുട്ട് ഫാൻ അല്ല, പക്ഷെ ചിക്കൻ കറി കടലക്കറിയൊക്കെ ആണെങ്കിൽ അങ്ങ് പോകും. എണീറ്റ് കഴിഞ്ഞപ്പോ നമുക്കൊരു ഗ്രംബി ഫീൽ ഉണ്ടാവൂലേ, ഒരു എന്തോ ഒരു സുഖമില്ലാത്തൊരു പോലെ. ഒന്നാമത് ഉറക്കം കൂടിയിട്ടായിരിക്കും. ചിലപ്പോൾ ഉറക്കം കൂടുതലല്ല, രാത്രി ഭയങ്കര ലേറ്റ് ആയിട്ട് ഉറങ്ങണം. ഇപ്പോൾ സിനിമ അല്ലെങ്കിൽ വല്ല റീൽസോ ഷോർട്സോ ഒന്നും കണ്ടിട്ട് ഭയങ്കര സ്ക്രീൻ ടൈം കൂടുതലാണ് എനിക്ക്. അതൊക്കെ ഒന്ന് ഒരു കൺട്രോൾ ചെയ്യണം എനിക്ക്. പക്ഷെ അതൊന്നും നടപടിയാവുന്നില്ല. പിന്നെ ഇവിടെ ആകുമ്പോൾ കുറച്ചും കൂടി ഞാൻ സ്പോയിൽഡ് ആയിരിക്കും. ഉച്ചയ്ക്ക് എണീക്കുക, പ്രത്യേകിച്ചൊന്നും ആരും അങ്ങനെ എണീക്കുക അല്ലെങ്കിൽ എണീറ്റിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഭയങ്കര ലേസി ആയി പോകുന്നത്. ആക്ച്വലി ഒരു ബാഡായി പോവാന്ന് ചെയ്യുന്നത് ഞാൻ. അപ്പോൾ ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ഒന്നും എടുക്കാനായിരുന്നില്ല കേട്ടോ പ്ലാന്. ഇന്ന് ഞാൻ ആക്ച്വലി ഒരു ചിക്കൻ ഉണ്ടാക്കുന്നുണ്ട്. ചിക്കൻ കറി, ചിക്കൻ റോസ്റ്റ് പോലെ. എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. കുറേ ആൾക്കാർക്ക് ഭയങ്കര നല്ല അഭിപ്രായം കേട്ടിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഒരു ചിക്കൻ റോസ്റ്റ് പോലെയാണ്. അപ്പം ഞാൻ ആദ്യം വെച്ചു ഇന്നൊരു കുക്കിംഗ് വ്ലോഗ് ആവാം, നമുക്കൊരു ചിക്കൻ റോസ്റ്റ് അങ്ങ് ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ചു. അതിന് വലിയ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ മതി. ഇത് ഞാൻ ഇടാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഇങ്ങനെ ഔട്ട്ഫിറ്റിൻ്റെയും വെറുതെ ഡേ ഇൻ മൈ ലൈഫൊക്കെ കാണിക്കുന്നതിനൊക്കെ കൂടുതൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു എലമെന്റ് ഇതിൽ കൊണ്ടുവരണം എന്ന് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മളെ കുറേ ആൻറ്റിമാരുണ്ട് ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള. അപ്പോൾ എല്ലാ ആൻറ്റിമാർക്കും വേണ്ടി സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് ഈ റെസിപ്പി. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് എൻ്റെ അമ്മേൻ്റെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ അമ്മേനോടൊന്ന് പറയണം ഓക്കെ എങ്ങനെയുണ്ടായിരുന്നു എന്ന്. പിന്നെ നന്നാവുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ വേറെ ഏത് ആൾക്കാർക്കാണെങ്കിലും ഇപ്പോൾ ഹോസ്റ്റലല്ല, കുക്കിംഗ് ഫെസിലിറ്റി ഉള്ള ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. സോ നമുക്കിനി ഞാൻ അധികം സംസാരിക്കുന്നൊന്നുമില്ല, നമുക്ക് നേരെ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോയാലോ. ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും വേണ്ട. നമ്മൾ നോർമൽ ഒരു ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെയാണോ വേണ്ടത് അതേ ഐറ്റംസ് മതി കേട്ടോ. പിന്നെ എത്ര ആളുണ്ടോ അതിനനുസരിച്ചുള്ള ചിക്കനും കൂടെ എടുക്കുക, അത്രേ. സോ ഹലോ, ബാക്കിൽ ലൈറ്റ് ഇടുന്ന സമയത്ത് ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് ലൈറ്റ് അടിക്കുമ്പോൾ എന്നെ തീരെ കാണാനില്ല. അതുകൊണ്ട് ഞാൻ ലൈറ്റ് ഓഫ് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നിങ്ങൾ ഇത് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് എക്സ്ക്യൂസ് ചെയ്യണം. കാരണം ഒരു 13 വർഷം മുന്നേയുള്ള അടുക്കളയാണ്, വിത്തൗട്ട് എനി റിനോവേഷൻ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പം നേരത്തെ ഞാൻ കാണിച്ചു തന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഉള്ളി അരിഞ്ഞു വെച്ചു, ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചു, തക്കാളി അരിഞ്ഞു വെച്ചു. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ ഞാൻ ചതച്ചിട്ടാണ് വെച്ചിരിക്കണേ. ചതച്ച് വെച്ചു. പിന്നെ നാരങ്ങ അതുപോലെ ഉണ്ട്. ഈ മറ്റേ കരിവേപ്പില മറ്റേ സാധനങ്ങളൊക്കെ അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ വേറെ ഒരു സാധനം ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ, ഐസ് പോകാത്തോണ്ട് വെള്ളത്തിൽ വെച്ചതാട്ടോ. ചിക്കൻ ഇന്നലെ വെറും കുരുമുളകും തൈരും ഉപ്പും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ടിട്ടാണ് ഞാനിത് മാരിനേറ്റ് ചെയ്ത് വെച്ചത്. കുറച്ച് മല്ലിയില ഉണ്ട് കേട്ടോ, ഇപ്പൊ കാണുമ്പോൾ ഓർമ്മ വന്നത്. മാരിനേറ്റ് ചെയ്ത് വെച്ചതാ, ഇന്നലെ രാത്രി വെച്ചതാ. അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നല്ലോണം ഇൻഫ്യൂസ്ഡ് ആയിട്ടുണ്ടാവും. അങ്ങനെ വെക്കാൻ പറ്റുവാണെങ്കിൽ വെരി ഗുഡ്. അല്ല നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കേണ്ടതാണെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 20 മിനിറ്റ്സ് എങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കുക. അപ്പോഴാണ് ആ തൈരിന്റെ സാധനം ഉള്ളിലേക്ക് ഇറങ്ങുമ്പോൾ ചിക്കൻ കുറച്ചുകൂടി സോഫ്റ്റ് ആവും. കാരണം നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാക്കണേ. സാധാ ചിക്കൻ ഫ്രൈ ചെയ്ത് പിന്നെ കറിയൊക്കെ വെക്കുമ്പോഴത്തേനും കുറച്ച് ഹാർഡായി പോവും. പക്ഷെ നമ്മൾ ഇങ്ങനെ മാരിനേറ്റ് ചെയ്തെടുക്കുമ്പോൾ ചിക്കൻ ഉള്ളിൽ സോഫ്റ്റ് ആയിരിക്കും, പക്ഷെ കുറച്ചൊരു ക്രഞ്ചി, ക്രിസ്പി, അത്ര ക്രിസ്പി അല്ലെങ്കിൽ കുറച്ച് നല്ല രീതിയിലായിട്ട് വരും.
ഓക്കെ, സോ ഫസ്റ്റ് തിങ് ഇസ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. നമുക്ക് ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടൊന്നും സംസാരിക്കണ്ടല്ലോ. എനിക്ക് പറ്റുന്ന പോലെ ഞാൻ എങ്ങനെയാ ഉണ്ടാക്കിയെന്ന് പറഞ്ഞുതരാട്ടോ. ഫസ്റ്റ് കുഴിയുള്ള ഒരു ചട്ടി വെക്കുക, അതിനകത്തേക്ക് എണ്ണ ഒഴിക്കുക, നമുക്ക് ചിക്കൻ വറുത്തെടുക്കണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ ഇതിനകത്ത് വേറെ എക്സ്ട്രാ മസാലാസ് ഒന്നും ഇടാത്തത് കൊണ്ട് കാണാൻ വലിയ ലുക്കൊന്നും ഉണ്ടാവില്ല ഫ്രൈ ചെയ്യുമ്പോഴും ചെയ്ത് കഴിഞ്ഞാലും. പക്ഷേ ട്രസ്റ്റ് മീ ഗൈസ്, ഇവിടെ ബാക്കിയുള്ള സാധന സാമഗ്രികളൊക്കെ വന്നിട്ട് അവസാനം ഇത് കഴിക്കാൻ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ ഫൈനൽ ബാച്ച് ചിക്കനും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഭയങ്കര ഓവർ ഫ്രൈ ആവരുത് കേട്ടോ. അറിയാലോ, ഒരു ഗോൾഡൻ ബ്രൗൺ കളർ പോലെയൊക്കെ ആക്കിയാൽ മതി. എന്നാൽ അകത്ത് നല്ല ജ്യൂസി ആയിട്ടുണ്ടാവും. അധികം കറുമുറി ആക്കി കഴിഞ്ഞാൽ കഴിക്കാൻ ഒരു രസം ഉണ്ടാവില്ല. ഇതിൽ അത്യാവശ്യം കൂടുതൽ എണ്ണയുണ്ടല്ലോ നമ്മൾ ഫ്രൈ ചെയ്യാൻ എടുത്താൽ. ഇന്ന് ഞാൻ കുറച്ച് എണ്ണ മാറ്റുന്നുണ്ട് കേട്ടോ. കാരണം ഇത്ര ചിക്കൻ അല്ലേ ഉള്ളൂ, ഇത്രയും എണ്ണയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ കൊളസ്ട്രോൾ ഒന്നും ചാവും. ഈ സെയിം ബാക്കിയുള്ള എണ്ണയിലാണ് നമ്മൾ ബാക്കി മസാല റെഡിയാക്കുന്നത്. അതിലേക്ക് ഉള്ളി ഞാൻ ആദ്യം ഇട്ടു. നമ്മുടെ വലിയ സവോള കേട്ടോ, ചെറുള്ളി ഇട്ടിട്ടില്ലേ. ചിക്കൻ ഫ്രൈ ചെയ്ത ചട്ടി ആയതുകൊണ്ട് തന്നെ അടിയിൽ കുറച്ചിങ്ങനെ പിടിച്ച മാതിരി ഉണ്ട്. അപ്പൊ ഞാൻ അത് ഉള്ളി ഇട്ട് ഇളക്കുമ്പോഴാണ് അതിങ്ങനെ ശരിയായി വരുന്നത് കേട്ടോ. ഈ സ്റ്റെപ്പൊക്കെ പിന്നെ എല്ലാവരും ചെയ്യുന്ന തന്നെ. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റി എടുക്കുക. ഒരു കാരമൽ ബ്രൗൺ ആവുന്ന സമയത്ത് നമ്മുടെ ചെറുള്ളിയും കൂടി നമ്മൾ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റണം. കഴിഞ്ഞ ദിവസം ഒരു ഷോർട്സ് ഇട്ടില്ലേ, ഗിവ് അവേ കഴിഞ്ഞപ്പോ കുറെ ആൾക്കാർ എന്നെ ഇട്ടിട്ട് പോയി എന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞാൽ എനിക്ക് അപ്പൊ ചെറിയൊരു സങ്കടം ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വോയിസ് ഓവർ കൊടുത്തേ. പക്ഷെ നിങ്ങൾ അതിനിടയിലിട്ട് കമന്റ് കണ്ടപ്പോ എന്റെ സങ്കടം എല്ലാം പോയി. ഞാൻ പറഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാരെ നമുക്കും ആവശ്യമില്ലല്ലോ. പോകുന്നവരൊക്കെ പോട്ടെ, ബാക്കിയുള്ളവർ മതി എനിക്ക്. ഇടയ്ക്ക് നമുക്ക് ചിക്കൻ കറിയിലും കൂടെ ഒരു കണ്ണ് വേണം. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ചതച്ചതും കൂടി ഞാൻ ഇപ്പൊ ഇട്ട് കൊടുത്തിട്ട് വയറ്റുന്നുണ്ട് കേട്ടോ. ഏകദേശം നമ്മുടെ മസാല ഇതുപോലെ ആവണം. അപ്പൊ നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കും. ഇതൊരു ഡിബേറ്റിനുള്ള ടോപ്പിക്കാ സത്യം പറഞ്ഞാൽ. ചില ആൾക്കാരെ തക്കാളി ഇട്ട് കഴിഞ്ഞിട്ടേ പൊടി ഇടുള്ളൂ, ചില ആൾക്കാർ പൊടി ഇട്ട് വയറ്റി കഴിഞ്ഞിട്ടാണ് തക്കാളി ഇടുക. തൽക്കാലം ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്തോ. ഈ പൊടികളുടെ ഒക്കെ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ പിൻ ചെയ്തിട്ടും കമന്റ് ഇടും. അത് നന്നായിട്ട് പച്ചമണം മാറുന്ന സമയത്ത് നമ്മൾ വറുത്ത് വെച്ച ചിക്കനും കൂടെ ഇടുക. ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ ഓൾറെഡി ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്, ഉള്ളിയിൽ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഉപ്പിടുമ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് ഇടും. റെഡി കെറ്റിൽ ഞാൻ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ തിളച്ച വെള്ളാട്ടോ ഞാൻ ഒഴിക്കുന്നത്. കുറച്ച് ഒഴിക്കാവൂ, ആവി വരാൻ വേണ്ടി മാത്രം. കുറച്ച് കറിവേപ്പിലയും മല്ലിയിലും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇത് നമ്മൾ അങ്ങ് വറ്റിച്ചെടുക്കും. ഓരോരുത്തരുടെ വീട്ടിലെ അംഗസംഖ്യ അനുസരിച്ച് നിങ്ങൾ വറ്റിച്ചോളൂ. കുറച്ച് കറി വേണമെങ്കിൽ കറി, അല്ലെങ്കിൽ കുറച്ചുകൂടി ഡ്രൈ ആക്കാം. കുറെ സമയം പണിയെടുത്തപ്പോഴത്തേനും എനിക്കങ്ങ് ക്ഷീണം വന്നുപോയി. ഞാൻ ആ സമയത്ത് നല്ലൊരു കോഫി ഉണ്ടാക്കി. നല്ല നെസ്കഫേന്റെ കോഫി അടിപൊളിയായിരുന്നു കേട്ടോ. ജീവൻ വന്ന പോലെയായി എനിക്ക്. കുറച്ച് അധികം സമയം ഞാൻ ആ ചിക്കൻ അതുപോലെ തന്നെ വെച്ചിട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ബ്രെഡിന്റെ കൂടെയാണ് ചിക്കൻ കഴിച്ചത്. ചപ്പാത്തി, ചോറ്, ബ്രെഡ് എന്തിനു കൂടെ വേണേൽ നിങ്ങൾക്ക് കഴിക്കാൻ നല്ല കോമ്പിനേഷൻ ആണ്. ഈസി ആയിട്ട് ചില വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും. പക്ഷെ ഞാൻ എന്റെ ഒരു വേ ഓഫ് കുക്കിംഗ് കാണിച്ചു തന്നെയാ. ഈ ഒരു വീഡിയോനോട് ഞാൻ ബൈ ബൈ പറയാണ്. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ലൈക്കും സബ്സ്ക്രൈബും മറക്കല്ലേ. ബൈ.